ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ആഭ്യന്തര തലങ്ങളിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ദശകങ്ങളായി ഈ സഖ്യത്തിന്റെ നട്ടെല്ലായി നിലകൊണ്ടിരുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നതായാണ് നയതന്ത്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. നാറ്റോയുടെ നേതൃസ്ഥാനത്ത് നിന്ന് അമേരിക്ക പടിപടിയായി പിന്മാറുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുമ്പോൾ യൂറോപ്പ് തങ്ങളുടെ സുരക്ഷയ്ക്കായി പുതിയൊരു പാത തേടുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇത്തരമൊരു അനിശ്ചിതാവസ്ഥയ്ക്ക് പ്രധാന കാരണം. നാറ്റോയോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത കുറഞ്ഞു വരുന്നതായും തങ്ങളുടെ സൈനിക സഹായം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കപ്പെട്ടേക്കാമെന്നുള്ള ഭീതി യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ പടർന്നിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് മുൻപുണ്ടായിരുന്ന പ്രസ്താവനകളും ഇറാൻ യുദ്ധം പോലുള്ള വിഷയങ്ങളിലെ ഭിന്നതകളും ഈ അകൽച്ച വർദ്ധിപ്പിക്കാൻ കാരണമായി. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയെ മാറ്റി നിർത്തിയുള്ള ഒരു യൂറോപ്യൻ നാറ്റോ എന്ന ആശയം രൂപപ്പെടുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ രഹസ്യമായ ചില ബദൽ പദ്ധതികൾക്ക് രൂപം നൽകി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയില്ലാത്ത ഒരു ഭാവി യൂറോപ്പിന് സുരക്ഷിതമായിരിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഗൗരവമേറിയ പരീക്ഷണങ്ങളിലാണ് യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ നാറ്റോയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. അമേരിക്കയുടെ സൈനിക കരുത്തിനും സാമ്പത്തിക പിന്തുണയ്ക്കും മേലായിരുന്നു യൂറോപ്പ് ഇത്രയും കാലം തങ്ങളുടെ പ്രതിരോധ കവചം തീർത്തത്. എന്നാൽ അമേരിക്കൻ താൽപര്യങ്ങൾ മാറുമ്പോൾ തങ്ങൾ ഒറ്റപ്പെട്ടു പോകരുതെന്ന ദീർഘവീക്ഷണം ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. നോ സീക്രട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രഹസ്യ സഖ്യം എന്ന നിലയിലാണ് ഈ നീക്കങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അമേരിക്കയെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഒരു സൈനിക ശാക്തിക ചേരിയായി ഇത് മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ അമേരിക്ക എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ യൂറോപ്പിനെ വലിയ സാമ്പത്തിക സൈനിക പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നുവെന്ന പരാതി ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ നീക്കത്തിന് വേഗത കൂട്ടുന്നുണ്ട്. നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികൾ വെറും വാക്കുകളല്ലെന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നു. അതിനാൽ തന്നെ ഒരു അപകടമുണ്ടായാൽ അതിനെ നേരിടാൻ അമേരിക്കൻ സേനയ്ക്കായി കാത്തുനിൽക്കാതെ സ്വന്തമായി പ്രതിരോധ നിര തീർക്കുക എന്നതാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ സൈനിക ഏകോപനം വർദ്ധിപ്പിക്കാനാണ് പുതിയ സഖ്യം ശ്രമിക്കുന്നത്. നിലവിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ നിന്ന് മാറി സ്വന്തമായി അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിക്കാനും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്താനും യൂറോപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. ഇത് ആഗോള ആയുധ വിപണിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. റഷ്യയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്മാറ്റം യൂറോപ്പിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണ പിൻവലിക്കപ്പെട്ടാൽ യൂറോപ്പിന്റെ സുരക്ഷ അവതാളത്തിലാകും. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. യൂറോപ്യൻ നാറ്റോ എന്ന ആശയം നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാറ്റോയുടെ പകുതിയിലധികം ചെലവുകൾ വഹിക്കുന്നത് അമേരിക്കയാണ്. ഈ സാമ്പത്തിക ഭാരം യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെ പങ്കിടുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും പരമാധികാരത്തിന് ഭീഷണി ഉണ്ടാകുമ്പോൾ സാമ്പത്തികത്തെക്കാൾ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന നിലപാടിലാണ് ഇവർ. ഇതൊരു ചരിത്രപരമായ ചുവടുമാറ്റമായാണ് ചരിത്രകാരന്മാർ കാണുന്നത്. അമേരിക്കൻ ആധിപത്യത്തിന് കീഴിലുള്ള ലോകക്രമത്തിന് മാറ്റം വരികയാണെന്നതിന്റെ സൂചനയാണിത്. യൂറോപ്പ് ഒരു സ്വതന്ത്ര സൈനിക ശക്തിയായി മാറുന്നത് ചൈനയെയും റഷ്യയും പോലുള്ള മറ്റ് ആഗോള ശക്തികൾക്ക് ഗുണകരമാകുമോ എന്ന ആശങ്കയും പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. നാറ്റോയിലെ ഈ ഭിന്നത സഖ്യത്തിനുള്ളിലെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഐക്യം തകരുമ്പോൾ അത് എതിരാളികൾക്ക് വലിയ അവസരം നൽകുന്നു. അമേരിക്കൻ ഭരണകൂടം ഈ റിപ്പോർട്ടുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും യൂറോപ്പ് തങ്ങളുടെ സുരക്ഷാ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധം പോലുള്ള വിഷയങ്ങളിൽ യൂറോപ്പിന് അമേരിക്കയുടേതിൽ നിന്ന് വ്യത്യസ്തമായ നയതന്ത്ര നിലപാടുകളാണുള്ളത്. സൈനിക നടപടികളെക്കാൾ ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരത്തിനാണ് യൂറോപ്പ് മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെ യുദ്ധവിരോധം തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈ പുതിയ സഖ്യ രൂപീകരണത്തിന് കാരണമായി. ബീജിംഗിലും മോസ്കോയിലും ഈ നീക്കങ്ങൾ അതീവ താൽപര്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്.
അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളൽ വീഴുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിപ്പിക്കും. നാറ്റോയുടെ തകർച്ച ലോകക്രമത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുമെന്ന് കരുതുന്നവരുമുണ്ട്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഈ പുതിയ ആശയത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പോളണ്ട് പോലുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കൻ സൈനിക സാന്നിധ്യം ആഗ്രഹിക്കുന്നു. എന്നാൽ ജർമ്മനിയും ഫ്രാൻസും ഇതിനെ ഗൗരവമായി കാണുന്നതിനാൽ യൂറോപ്പിലെ സൈനിക നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. സൈനിക താവളങ്ങളുടെ വിന്യാസം മുതൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നത് വരെ ഈ പുതിയ സഖ്യം മാറ്റങ്ങൾ വരുത്തും. അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി വിവരങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ യൂറോപ്പ് വികസിപ്പിച്ചെടുക്കും. ഇത് നയതന്ത്ര മേഖലയിൽ യൂറോപ്പിന് കൂടുതൽ കരുത്ത് നൽകും. വാൾസ്ട്രീറ്റ് ജേണലിന്റെ വെളിപ്പെടുത്തലുകൾ നാറ്റോ ആസ്ഥാനത്ത് വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയത്. തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെന്ന തിരിച്ചറിവ് സഖ്യത്തിലെ പല ഉന്നത ഉദ്യോഗസ്ഥരെയും ആശങ്കപ്പെടുത്തുന്നു. അമേരിക്കയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്പ് തങ്ങളുടെ പ്ലാൻ ബി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. യൂറോപ്യൻ യൂണിയൻ എന്ന നിലയിൽ സാമ്പത്തികമായി ഒന്നിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ സൈനികമായും ഒന്നിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി അവരെ മാറ്റും. ഇത് അമേരിക്കൻ വിദേശ നയത്തിന് വലിയ തിരിച്ചടിയാകും. ലോക പോലീസുകാരൻ എന്ന അമേരിക്കയുടെ പദവി ഇതോടെ നഷ്ടപ്പെട്ടേക്കാം. ഈ മാറ്റങ്ങൾ കേവലം സൈനികം മാത്രമല്ല, രാഷ്ട്രീയവുമാണ്. യൂറോപ്പിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അമേരിക്കൻ ഇടപെടലുകൾ കുറയുന്നത് പല രാജ്യങ്ങളും സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ ഭൂഖണ്ഡത്തിലെ സുരക്ഷാ കാര്യങ്ങൾ തങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ നടക്കുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈനിക സഖ്യങ്ങളിലെ മാറ്റം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയേക്കാം. അമേരിക്ക ഒരു ഭാഗത്ത് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ യൂറോപ്പ് മാറി നിൽക്കുന്നത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ്. സമാധാനം നിലനിർത്താൻ തങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് യൂറോപ്പ് കാണിക്കുന്നു. വരും വർഷങ്ങളിൽ നാറ്റോ എന്ന പേര് തന്നെ ചരിത്രമായി മാറിയേക്കാം. പകരം യൂറോപ്യൻ ഡിഫൻസ് യൂണിയൻ പോലുള്ള പുതിയ പേരുകൾ ഉയർന്നു വരാം. ഇത് ആഗോള സുരക്ഷാ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിൽ സംശയമില്ല. ഓരോ രാജ്യവും തങ്ങളുടെ അതിർത്തികൾ കാക്കാൻ പുതിയ സഖ്യങ്ങൾ തേടുകയാണ്. ഈ പുതിയ സഖ്യം രൂപപ്പെടുന്നതോടെ ആയുധ നിർമ്മാണ മേഖലയിലും വലിയ മത്സരങ്ങൾ ഉണ്ടാകും. അമേരിക്കൻ കമ്പനികൾക്ക് പകരം യൂറോപ്യൻ കമ്പനികൾക്ക് കൂടുതൽ കരാറുകൾ ലഭിക്കും. ഇത് സാമ്പത്തികമായി യൂറോപ്പിന് വലിയ ഗുണം ചെയ്യും. ഒരു കാലത്ത് അമേരിക്കയെ അന്ധമായി വിശ്വസിച്ചിരുന്നവർ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുകയാണ്. അമേരിക്കയുടെ എക്സിറ്റ് ത്രെഡ് അല്ലെങ്കിൽ നാറ്റോയിൽ നിന്നുള്ള പിന്മാറ്റ ഭീഷണി ഒരുപക്ഷെ ലോകത്തിന് വലിയൊരു ദിശാബോധം നൽകിയേക്കാം. ഒരു രാജ്യം മാത്രം ലോകം ഭരിക്കുന്ന രീതി മാറി. ഒന്നിലധികം ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. നാറ്റോ മരിച്ചു കഴിഞ്ഞുവെന്ന വാദങ്ങൾ ഇപ്പോൾ തന്നെ സജീവമാണ്. അതിന്റെ ഔദ്യോഗികമായ അന്ത്യം എപ്പോഴായിരിക്കുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സമാധാനവും സുരക്ഷയും തേടിയുള്ള യൂറോപ്പിന്റെ ഈ പുതിയ യാത്ര ലോക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. തന്ത്രപരമായ സ്വയംഭരണം എന്ന ലക്ഷ്യത്തിലേക്കാണ് യൂറോപ്പ് നടക്കുന്നത്. വിദേശ ശക്തികളുടെ ദയക്കായി കാത്തുനിൽക്കാതെ സ്വന്തം ഭാവി സ്വയം നിശ്ചയിക്കുന്ന ഒരു യൂറോപ്പിനെയാണ് വരാനിരിക്കുന്ന ലോകം കാണുക. ഈ മാറ്റം അനിവാര്യമായിരുന്നുവെന്ന് ഭാവി തലമുറകൾ വിലയിരുത്തിയേക്കാം.